ബോഡി വളരെ വീക്കാണ്. ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ സൂപ്പറിനോട് പറയാം. വരും, ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോവാം. എടി, ജയിലിൽ വരുന്നെങ്കിൽ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വരണം. നല്ല ഭക്ഷണം, പുറത്ത് ആസ്പത്രി പോയുള്ള ചികിത്സ. എടി എടി, മതി, നിർത്ത്. എടി, നമ്മൾ ഓരോ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ നമുക്കും പുറത്തു പോയി ചുറ്റിക്കറങ്ങാമായിരുന്നു. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. ഞാൻ പോയിട്ട് വരട്ടെ രജനി. ഈ ക്യാപ്സൂൾസും ടോണിക്കും കഴിക്കണം. ഒരാഴ്ച മുടങ്ങാതെ ഇഞ്ചക്ഷനും എടുക്കണം. എന്നും ഇഞ്ചക്ഷൻ എടുക്കാൻ ഇന്ദുവിന്റെ കൂടെ രവിക്ക് വരാൻ പറ്റുമോ? ഇന്ദു കല്യാണിയമ്മയും കൂട്ടി വന്നോളൂ. ഭാര്യമാര് ഗർഭിണിയായ ഭർത്താക്കന്മാർക്ക് ജോലിയായി. ഫസ്റ്റ് ഡെലിവറിക്കേ ഉള്ളൂ ഭർത്താക്കന്മാർക്ക് ടെൻഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ റൊട്ടീൻ ആയിക്കൊള്ളും. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആരെ വീട്ടിൽ അവിടെ കിടക്കുന്നത്? നീ എപ്പോഴും പറയാറില്ലേ ആ പാട്ടുകാർ ശ്രീദേവി ജയിലിൽ നിന്ന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നായിരിക്കും. ഭാര്യ വിട്ടാ നമുക്കൊന്ന് പോയി കണ്ടിട്ട് എന്തിനാ വരാം. ഇന്ദു വെറുതെ ആവശ്യമില്ലാതെ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാന്നേ. ആ നീ പോയിട്ടോ, ഞാൻ ഇവിടെ ചെൽ. ആരാ? ഞാൻ ഈ കുട്ടിയൊന്ന് കാണാൻ വന്നത്. ശ്രീദേവി, ദേവിനെ ആരെ കാണാൻ വന്നിരിക്കുന്നു? ആരാ? എന്റെ പേര് ഇന്ദു. ഞാൻ ഡോക്ടർ ശാന്തേടത്തി ഒന്ന് കാണാൻ വന്നതാ. ശ്രീദേവി എന്നല്ലേ പേര്? അതെ. എങ്ങനെ അറിയാം? എനിക്കറിയാം. എന്താ അസുഖം? നമുക്ക് രണ്ടുപേർക്കും ഒരേ അസുഖമാണല്ലോ. ഇതെത്രയും മാസം? 7. എനിക്ക് 5-ാം മാസം. ഞാൻ പോട്ടെ ശ്രീദേവി. രവിയേട്ടനല്ലേ ശ്രീദേവിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത്? ശാപം കിട്ടുമെന്ന് എനിക്ക് പേടി. പെണ്ണ് മനസ്സുകൊണ്ട് ശപിച്ച എന്താ ഉണ്ടാവുമെന്നറിയോ? വീട്ടിലുള്ളവർക്ക് അതിന്റെ ദോഷം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനിതൊന്ന് വായിച്ചു തീർത്തോടെ. രാത്രി കുറച്ചു നേരം എന്തെങ്കിലും വിശേഷം പറയാൻ രവിയേട്ടന് കിട്ടും. അപ്പൊ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. ഇന്ദു മാഗസിൻ ഇങ്ങോട്ടാ. ഞാൻ പറഞ്ഞതുവല്ലോ രവിയേട്ടൻ ശ്രദ്ധിച്ചോ? എന്ത് ശ്രദ്ധിക്കാൻ? നിനക്ക് ആപ്പടെ ഒരു സബ്ജക്റ്റിലേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ വെച്ച് ആ പെണ്ണെ കാണിച്ചു തരാൻ പോയത് അബദ്ധമായി. ആ കുട്ടിയെ കണ്ടാലറിയാം നിരപരാധിയാണെന്ന്. നാളെ ഞാൻ ആശുപത്രി പോകുമ്പോ ആ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ചേടാ, ഞാൻ കേസ് വാദിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന പെണ്ണുങ്ങളെയല്ലേ എന്റെ ഭാര്യ പോയി കാണുക, കുശലം പറയുക, അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. നല്ല ഏർപ്പാടാണല്ലോ. നിനക്ക് ആ പെണ്ണിന്റെ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുക്കാനുള്ള വല്ല പരിപാടിയുണ്ടോ? നീ ഇങ്ങനൊരു പഞ്ചഭാവമായി പോയല്ലോ. ഏ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ടെൻഷൻ ഉണ്ടാക്കിയല്ലേ അതിന്റെ ക്ഷീണം ഉണ്ടാവുന്ന നമ്മുടെ മണിക്കുട്ടനാ. ഇന്ദു, ഞാൻ ഇറങ്ങുന്നു. ഇന്ന് രവിയേട്ടൻ എല്ലാം മറന്നു. ഗുരുവായൂരപ്പനെ തൊഴുന്ന കാര്യം മറന്നില്ലേ? ആ, കോടതിയിൽ പോകാനുള്ള തിരക്കൊണ്ടാണ് ഗുരുവായൂരപ്പനെ മറന്നതെന്ന് മൂപ്പർക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ ഇന്ദുക്കുട്ടിക്ക് മാത്രം മനസ്സിലാവും. ആ, മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞു ജയിക്കേണ്ട കാര്യങ്ങളല്ല. സോറി സോറി. ഇന്ന് നേരത്തെ വരില്ല രവിയേട്ട? എന്താ വിശേഷം വല്ലതും ഉണ്ടോ? വിശേഷം വല്ലതുണ്ടെങ്കിൽ മാത്രമേ നേരത്തെ വരുള്ളൂന്നുണ്ടോ? അല്ല, മുത്തശ്ശിയുടെ പിറന്നാളാണെന്നും മുത്തശ്ശന്റെ ശ്രാദ്ധമാണെന്നും ഒക്കെ ഇടയ്ക്ക് ഇന്ദുക്കുട്ടി പറയാറില്ലേ? അതുപോലെ വല്ലതുമാണെന്ന് അറിയാൻ ചോദിച്ചത്. അതൊന്നുമല്ല. വൈകിട്ട് നമുക്കൊന്നിച്ച് അമ്പലത്തിലൊന്ന് പോണം. എന്താ പ്രത്യേകിച്ച്?
അതൊക്കെ വൈകുന്നേരം വന്നിട്ട് പറയാം. ഓ, സസ്പെൻസ് ആണല്ലേ. വയലെല്ലാം എടുത്താടോ, പോയി തുപ്പിട്ട് പാടും. ആ എന്തു, ഞാൻ പോയിട്ട് കാറയക്കാം. കല്യാണി അമ്മയും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കും. അതെ. കല്യാണിമേ, ശാന്തടുത്തി മുറിയിലുണ്ടോ നോക്കിയേ, ഞാനിപ്പോ വരാം. ശ്രീദേവിക്ക് വേണ്ടി കുറച്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്, കൊടുത്തോട്ടെ. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് നിയമം. ശരി, കൊടുത്തോളൂ. എന്തിനാ ഇതെല്ലാം? ആപ്പിൾ കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ഇത്രയും സ്നേഹം കാണിക്കാൻ നിങ്ങളുടെ സഹോദരിയാണെന്ന് കരുതിയാൽ മതി. ഞാനിവിടെ സാധാരണ കിടക്കുന്ന ഒരു രോഗിയെ പോലെയല്ല. 7 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരിയാണ്. എല്ലാം എനിക്കറിയാം. ആഹാ, ഇന്ദു ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? വരൂ, വരട്ടെ. ചേച്ചി, എന്റെ ഇന്ദു എന്തു പറ്റി? പറയൂ ചേച്ചി. ഇന്ന് രവിയേട്ട എല്ലാം മറന്നു. ഗുരുവായൂരപ്പനെ തൊഴുന്ന കാര്യം മറന്നില്ലേ? കോടതിയിൽ പോകാനുള്ള തിരക്കുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ മറന്നതെന്ന് മൂപ്പർക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ എന്തുകുട്ടിക്ക് മാത്രം മനസ്സിലാവില്ല. ആ, മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞു ജയിക്കേണ്ട കാര്യങ്ങളല്ല. നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഈശ്വരന്റെ കൽപ്പനകൾ അനുസരിച്ചല്ലേ പറ്റൂ. എഴുന്നേറ്റ് ചെന്ന് കുളിച്ചു വല്ലതും കഴിക്കാൻ നോക്ക്. എത്ര ദിവസം എന്ന് വെച്ചാ എങ്ങനെ ഇരിക്കുന്നത്? എഴുന്നേൽക്ക് രവി.
പോവാന്ന് ഡോക്ടർ പറഞ്ഞു. വേഗം റെഡിയാണ്. കുഞ്ഞിനെ റെഡി. ശ്രീദേവി മടങ്ങി വരുമ്പോ ചിലപ്പോ ഞാൻ ഉണ്ടാവില്ല. സെപ്റ്റംബർ 15-ാം തീയതി വ്യാഴാഴ്ച രാവിലെ എന്റെ കഴുത്തിൽ ഒരു നിമിഷം കൊണ്ടുള്ള സുഖകരമായ മരണം. രവി, രവി വരുന്നില്ലേ? കോടതി കൂടാൻ സമയമായി. ഞാനിന്ന് ലീവാണ്. എന്താ രവി ഇത് ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? എല്ലാം ഫേറ്റ് ആണ്. നമ്മൾ അഡ്വക്കേറ്റന്മാർ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാത്തവരാണെന്ന് പലരും പറയുന്നത് കേൾക്കാം. എല്ലാം ഇനി ഓർമ്മകളിലേ സൂക്ഷിക്കാനാവും. രവിട്ട, എന്താ രവിട്ട ഇത്? ഷൂ ഇട്ടുകൊണ്ടാണ് അകത്ത് പോന്നേ? കൊച്ചുകുട്ടിയല്ലേ എന്നിങ്ങനെ ഓർമ്മിപ്പിക്കാൻ.